മുന്നണിക്ക് ഏകോപനമില്ലെങ്കിൽ എങ്ങനെയാണ് രാജ്യത്തിലും ജനങ്ങളെ സേവിക്കാൻ ഇത്രയും അവസരവാദിയും തമിഴ്നാട് വർഷാവർഷം മുന്നണി സ്വിച്ച് ചെയ്യുന്ന ആളുമായ നിതീഷ് കുമാറിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ നിങ്ങളിപ്പോൾ പുറപ്പുറത്ത് ഇറങ്ങി പ്രസംഗിക്കുന്നുണ്ടല്ലോ, അഴിമതിരഹിതം, ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് യാതൊരു വൈമനസ്യവുമില്ല. അത് വൈമനസ്യത്തിന്റെ അല്ല, പ്രാദേശിക പാർട്ടികളുടെ. നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് പ്രാദേശിക പാർട്ടി, ആ പ്രാദേശിക പാർട്ടിയിൽ ചിലപ്പോൾ നേരത്തെ NDAയുടെ ഘടകകക്ഷിയായിരുന്നു എന്നുള്ള എനിക്ക് അദ്ദേഹം തെറ്റിപ്പോയതിനു ശേഷം അദ്ദേഹം NDAയുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി NDA എന്ന് പറയുന്നത് നിലനിൽപ്പില്ലാത്തൊരു മുന്നണിയാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണെന്ന് അറിയില്ല. അതിൽ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പൊ UPയിൽ ചെന്നാൽ അഖിലേഷ് യാദവ് കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? അർഹമായ രീതിയിൽ ചെയ്യുന്നുണ്ടോ? ഏത് സംസ്ഥാനത്തിലും ചെയ്യുന്നുണ്ട്? കോൺഗ്രസുമായി അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളും ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തിന് മനസ്സിലായി, പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി ബീഹാറിൽ പോലും NDAയുമായി സഖ്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ BJP പ്ലേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഒരു പുതിയ പാർട്ടി വരുന്നത്. ഒരു കാര്യം കൂടി, അല്ല ഞാൻ ചോദിക്കട്ടെ, BJPക്ക് പ്ലേസ് ഉണ്ടാക്കുക എന്നതിലുപരി BJP ഉയർത്തുന്ന ആശയങ്ങളുണ്ട്. BJP ഒരു സംസ്ഥാനത്തിന്റെ ആശയം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയില്ല. BJP ദേശീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വികസനം, അത് പ്രാദേശിക ഗവൺമെന്റുകളുടെ വികസനം, സംസ്ഥാനത്തിന്റെ വികസനം, ആ വികസനങ്ങൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുക. നമുക്കറിയാമല്ലോ, സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇപ്പൊ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം സാരമായി ബാധിക്കാൻ പോകുന്ന സ്റ്റാലിനെയായിരിക്കും. BJP എന്നും അവിടെ വിജയ് വന്നുകൊണ്ടൊന്നും ബാധിക്കില്ല, അവിടെ സ്റ്റാലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇവർ ഉയർത്തുന്ന ആശയപരമായ കാര്യങ്ങൾ. വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിക്കുകയും കേവലം ഒരു ഓഡിയൻസ് ഉള്ളത് കൊണ്ട് അല്ലെ വിജയ് വലിയ സ്റ്റാറാണ് അതൊന്നുമില്ലാതെ ഞാൻ പറയുന്നില്ല. അതിന്റെ ഭാഗമായി ഒത്തിരി പേർ കൈയടിക്കും. പക്ഷെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹികമായ പ്രശ്നങ്ങളും പ്രാദേശികമായ പ്രശ്നങ്ങളും ദേശീയ വിഷയങ്ങളും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഇല്ല എങ്കിൽ ഒരു യൂണിറ്റിയായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വിജയ് ഞാൻ മനസ്സിലാക്കുന്നു, വിജയുമായി ബന്ധപ്പെട്ട്, വിജയ് വ്യക്തിപരമായി ഞാൻ ഒന്നും പറയുന്നില്ല, വിജയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, നമ്മൾ കെജ്രിവാളുമായി ബന്ധപ്പെട്ട് എത്രയോ നല്ല നേതാക്കന്മാർ എന്നുള്ള നിലയ്ക്കുണ്ടായിരുന്നു. അവരെല്ലാം അഴിമതിയുടെ മറ്റു ഭാഗമായി അതെന്തായി? ദേശീയത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടോ? അപ്പൊ വിജയ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ പ്രത്യേക പൊളിറ്റിക്സ് എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് ഭക്ഷണമായാലും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് കാര്യം എന്താ? മുൻകാലങ്ങളിൽ അത് കിട്ടിയിരുന്നില്ല. എന്നാൽ ദേശീയ തലത്തിൽ BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതി ആയാലും ശരി, വൈദ്യുതി ആയാലും ശരി, ഭവന പദ്ധതി ആയാലും ശരി, ആരോഗ്യ പ്രശ്നമായാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമായാലും തൊഴിൽ മേഖലയിലെ വിഷയമായാലും അല്ല സാമൂഹിക പ്രശ്നമായാലും സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങളായാലും ഈ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ടുപോകുന്ന ഒരു പൊളിറ്റിക്സ് ആണ് കാണുന്നത്. അത് കേവലം സങ്കുചിതമായ രാഷ്ട്രീയമല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, വിശാലതയുടെ രാഷ്ട്രീയമാണ്, സെക്യുലറിന്റെ രാഷ്ട്രീയമാണ്, ഡെമോക്രസിയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ത്യ നടക്കുന്നത്. അതിന്റെ ഭാഗമായി തമിഴ്നാടിൽ BJPക്ക് വൻ മൂവ്മെന്റ് ഉണ്ടാകും, അതിനകത്ത് യാതൊരു സംശയമില്ല. അവിടെ നേരത്തെ എന്റെ മുമ്പ് ചെറിയ സംസാരിച്ചു, അവിടെ ബ്രാഹ്മണ മേധാവിത്വമാണ്. എന്ത് ബ്രാഹ്മണ മേധാവിത്വം? എവിടെയാണ് ബ്രാഹ്മണ മേധാവിത്വം BJPയുമായി കൈകോർക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ബ്രാഹ്മണനാണോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ബ്രാഹ്മണനാണോ? എത്ര ശതമാനം ആളുകളല്ലത്? അതെല്ലാം നമ്മൾ BJP എന്ന് പറയുന്നത്